പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെയധികം രക്തസമ്മർദ്ദം ഉയരാനിടയുള്ള ഒരു വാർത്തയാണ്. രാവിലെ സഹിക്കാൻ കഴിയാത്ത വാർത്ത കേൾക്കാൻ മനസ്സില്ലാത്തവരും ഇത് കേൾക്കരുത്. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ് ആദ്യ വാർത്ത എന്ന നിലയിൽ തന്നെ ഇത് അവതരിപ്പിക്കേണ്ടി വരുന്നത്. ഇന്നലെ മുഴുവൻ കേരളത്തെ കരയിപ്പിച്ച ഒരു ചിത്രത്തെക്കുറിച്ചാണ്. നിർഭാഗ്യവശാൽ ആ ചിത്രം കാണിക്കാൻ നിയമപരമായി തടസ്സമുണ്ട്. രണ്ട് കൈയിലും പ്ലാസ്റ്റർ ഇട്ട് നിഷ്കളങ്കമായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമായിരുന്നത്. അത് കാണാത്ത ആരുമുണ്ടാവില്ല. ആ കുഞ്ഞിൻ്റെ ചിത്രം വെച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പെങ്കിലും എഴുതാത്ത ആരുമുണ്ടാവില്ല. കേവലം 1.5 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കുഞ്ഞു മാലാഖയായിരുന്നു അർഷിദ്. തന്നെ സംരക്ഷിച്ചു വളർത്തേണ്ട മാതാപിതാക്കളുടെ അതിക്രൂരമായ പീഡനത്തിനിരയായി അവൻ കൊല്ലപ്പെടുകയായിരുന്നു. അവനെ അവൻ്റെ രണ്ടാനച്ഛൻ അഷ്കർ തൂക്കിയെടുത്ത് ഭിത്തിയിലേക്ക് ഇടിച്ച് കൊല്ലുകയായിരുന്നു. അവൻ ഭക്ഷണം കഴിച്ചപ്പോൾ കരഞ്ഞത് അഷ്കറിന് ഇഷ്ടപ്പെട്ടില്ല. ജീവൻ നിലച്ചുപോയ ആ കുഞ്ഞു മാലാഖയെടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു, ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചുപോയെന്ന്. കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് ഓടാൻ അവിടെ എത്തിയവർ ശ്രമിച്ചപ്പോൾ തടഞ്ഞു. വേണ്ട, മരിച്ചുപോയില്ലേ, ഇനി എന്തിനെന്ന് ചോദിച്ചു. ഒടുവിൽ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകരുത്, സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നായി. ആദ്യം ചെന്ന് ആശുപത്രിക്കാർ പറഞ്ഞു, SITയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അഷ്കർ സമ്മതിച്ചില്ല. എന്നിട്ടും അവരവിടെ എത്തിച്ചു. അപ്പോഴേക്കും അർഷിദ് ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. കുഞ്ഞിൻ്റെ മൃതദേഹത്തിലെ പാടുകൾ കണ്ട ആശുപത്രി അധികാരികൾ പോലീസിനെ അറിയിക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഈ നാട്. 51 ഗുരുതരമായ പരിക്കുകളാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അവൻ്റെ 2 കക്ഷവും കാൽപാദവും പൊള്ളിച്ചിരുന്നു. കത്തുന്ന സിഗരറ്റ് കുറ്റികൊണ്ട് അവൻ്റെ ശരീരത്തിൽ പലതവണ കുത്തി മുറിവേൽപ്പിച്ചിരുന്നു. അതിക്രൂരമായി വടികൊണ്ടടിയേറ്റതിൻ്റെ തടിച്ച പാടുകൾ, പൊട്ടിയ വ്രണങ്ങൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. അവൻ്റെ ജനനേന്ദ്രിയത്തിലെ തൊലി മുറിച്ച് വലിച്ച് മാറ്റിയിട്ടിരുന്നു. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച വടി അവൻ പല കഷ്ണങ്ങളായി ഉപേക്ഷിച്ചെങ്കിലും പോലീസ് കണ്ടെത്തി. ആ കുഞ്ഞു ചോര പതിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് അവൻ കത്തിച്ചു. ഇതിങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേട്ടിരിക്കാൻ പോലും കഴിയില്ലെന്നറിയാം. അത്രയും വലിയ ക്രൂരതയാണ് വെറും 1.5 വയസ്സുള്ള ആ കുഞ്ഞിനോട് അഷ്കർ എന്ന ആ നരാധമനൻ, പിശാച്, നികഷജീവി, ഡ്രാക്കുള ചെയ്തു കൂട്ടിയത്. ആ കുഞ്ഞിൻ്റെ ചോര അവൻ കുടിക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ അവൻ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി. ആ കുഞ്ഞിൻ്റെ അമ്മ അഖില നൃത്തസംഘത്തിനൊപ്പം പോയപ്പോഴാണ് അവൻ ഈ പണിയൊക്കെ ഒപ്പിച്ചത്. അവൻ ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും അഖില സമ്മതിച്ചില്ല. ആ കുഞ്ഞിൻ്റെ അച്ഛൻ അഖിൽ, അമ്മ അഖില 3 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ആത്മഹത്യ ചെയ്തതാണ്. തൻ്റെ ഭാര്യയുടെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചവൻ. കുഞ്ഞിനെ ആരെയോ ഏൽപ്പിച്ചിട്ട് അമ്മ എവിടെയൊക്കെ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പലതവണ പറഞ്ഞതാണ്. അതിനുവേണ്ടി പോലീസിൽ പരാതി കൊടുത്ത് നിയമ നടപടികൾ ആരംഭിച്ചതാണ്. പക്ഷെ കുഞ്ഞിനെ അവർക്കാരും വിട്ടുകൊടുത്തില്ല. എന്തിന്? ഈ അഷ്കർ എന്ന പിശാചിനെ ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ വേണ്ടി. ഇനി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നത് സുന്ദരിയായ ഒരു യുവതിയുടെ ചിത്രമാണ്. ഇവളുടെ പേര് ആമിന എന്നാണ്. ഈ ആമിന 4 വർഷം മുമ്പ് പിശാചിനെ കല്യാണം കഴിച്ചു. അതും അവളുടെ ഇഷ്ടത്തിന്. ഓട്ടോ ഓടിക്കുകയായിരുന്നു അഷ്കർ. ആമിന +2 പഠിക്കുന്നു. പിന്നാലെ നടന്ന വാഗ്ദാനങ്ങൾ കൊടുത്ത് മോഹിപ്പിച്ച് ആമിനയെ ഇഷ്ടത്തിലാക്കി. മകളുടെ ഇഷ്ടത്തിന് വഴങ്ങി വീട്ടുകാർ വിവാഹ നിശ്ചയം നടത്തി. കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം പോലും ബുക്ക് ചെയ്തു. എന്നാൽ പിന്നീടാണ് ഇയാൾ ഒരു ദുഷ്ടനായ പിശാചാണെന്നും മകളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും വീട്ടുകാർ അറിയുന്നത്. അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഈ ആമിനയെ പക്ഷേ അഷ്കർ ആ വീട്ടിൽ വന്ന് ഇറക്കിക്കൊണ്ടുപോയി. പക്ഷെ ചെന്ന നാൾ മുതൽ ഭീകരമായ പീഡനമായിരുന്നു. അതിക്രൂരമായി മർദ്ദിച്ചു, ഭിത്തിയിൽ തലയിടിപ്പിച്ചു, ടോയ്ലറ്റിലേക്ക് കൊണ്ട് തല താഴ്ത്തി വെച്ചു. ഒടുവിൽ ഇയാളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി. 1.5 മാസത്തോളം ആശുപത്രിയിൽ കോമയിൽ കഴിഞ്ഞു. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഇപ്പോഴും സംസാരശേഷി ആമിന വീണ്ടെടുത്തിട്ടില്ല. അതിനുശേഷമാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്ത അഖിലയെ കണ്ടെത്തുന്നതും അഖിലയോടൊപ്പം താമസിക്കുന്നതും. ഇതിനിടയിൽ എത്രയോ പെൺകുട്ടികളെ ഇയാൾ മയക്കി വീഴ്ത്തി ഗുരുതരമായി ദുരുപയോഗിച്ചിരിക്കുന്നു, പീഡിപ്പിച്ചിരിക്കുന്നു. അതിലൊരു യുവതിയിൽ നിന്നും 3 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പരാതിയുണ്ട്. അനേകം യുവതികളെ വേട്ടയാടി ക്രൂരമായി വേദനിപ്പിച്ച് സുഖമനുഭവിച്ച
ഒരു ദുഷ്ടപിശാചായിരുന്നു. അവൻ അഖിലയോടൊപ്പം ജീവിക്കുന്നതിനിടയിലാണ് ഈ കുരുന്നിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്നുകളഞ്ഞത്. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശനിയാഴ്ച നമ്മളാരും ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഒരു കുട്ടി മരിച്ചുപോയി എന്ന് മാത്രം കേട്ടു. ഇന്നലെയായിരുന്നു ഈ ക്രൂരതയുടെ വിശദാംശങ്ങൾ ലോകമറിഞ്ഞത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്ന നമ്മൾ എത്ര വൃത്തികെട്ടവന്മാരാണ് എന്നതിന് തെളിവായി മാറി അർഷദിൻ്റെ ജീവിതം. അഷ്കറിൻ്റെ ആ നാട്ടുകാരെ അഭിനന്ദിക്കാതിരിക്കാൻ വഴിയില്ല. കനത്ത പോലീസ് സന്നാഹത്തോടെ തെളിവെടുപ്പിനായി കൊണ്ടുപോയ അഷ്കറെ പറ്റുന്നത്രയും നാട്ടുകാർ കൈവച്ചു. ആകപ്പാടെ ഈ എപ്പിസോഡിൽ നമുക്ക് ആനന്ദം നൽകിയ ഒരേ ഒരു സംഭവം ആ ക്രൂരനെ സ്ത്രീകളടക്കമുള്ളവർ ശപിച്ച് ചീത്ത വിളിക്കുന്നതും ചെറുപ്പക്കാർ പോലീസ് വലയം ഭേദിച്ച് അവൻ്റെ മേൽ കൈവയ്ക്കുന്നതുമാണ്. ആൾക്കൂട്ട ജനാധിപത്യം നല്ലതോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഇത്തരം വൃത്തികെട്ടവന്മാരുടെ മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല. ഇവൻ എല്ലാ കുറ്റവും സമ്മതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കൊന്നു, എങ്ങനെ കൊലപാതകം നടത്തിയെന്നൊക്കെ. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാരിനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്. നമ്മുടെ സാധാരണ നടപടിക്രമങ്ങളുടെ പിന്നാലെ പോവാൻ കാത്തു നിൽക്കാതെ ഇവനെ ജയിലിലടച്ച് ബിരിയാണിയും പിന്നീട് വലിയ ശമ്പളവും കൊടുക്കുന്നത് ഒഴിവാക്കി 10 ദിവസം കൊണ്ട് വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തെളിവുകൾ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് 1-2 ദിവസം കൊണ്ട് പൂർണ്ണമായ തെളിവുകൾ ശാസ്ത്രീയമായി വീണ്ടെടുക്കണം. 100,000 പണി ചെയ്യുന്ന പോലീസിൻ്റെ ഇടയിൽ ഒരു കേസായി ഇത് മാറാൻ പാടില്ല. ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ആ സംഘം 1-2 ദിവസം കൊണ്ട് ഈ തെളിവുകൾ മുഴുവൻ ശേഖരിക്കുകയും ചെയ്യണം. അവൻ തന്നെയാണ് കൊന്നത്, അവൻ കൊല്ലാൻ ഉപയോഗിച്ചതൊക്കെ ലഭ്യമാണ്, സാക്ഷികളൊക്കെ ഉണ്ട്. സകലരുടെ മൊഴിയെടുത്ത് 24 മണിക്കൂർ അന്വേഷണം പൂർത്തിയാക്കി എല്ലാ ശാസ്ത്രീയ തെളിവുകളോടും കോടതിയിലെത്തിക്കണം. നെടുമങ്ങാട് കോടതിയിൽ വരുന്ന 10 ദിവസത്തെ എല്ലാ നടപടിക്രമങ്ങളും റദ്ദ് ചെയ്ത് ഇവൻ്റെ കേസ് മാത്രം വിചാരണയ്ക്കെടുക്കണം ഉടനടി. എല്ലാ സാക്ഷികളെയും കൊണ്ടുവന്ന് 10 ദിവസം കൊണ്ട് ഇവൻ്റെ വിചാരണ പൂർത്തിയാക്കി ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവനെ പോലൊരാൾക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്നും ചെലവിന് കൊടുക്കുന്നു എന്നതുപോലും ഖേദകരമാണ്. ഇത്രയും വലിയ ക്രൂരതയോടെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിൽ അർജുൻ എന്ന സഖാവ് രക്ഷപ്പെട്ടതുപോലെ നിയമത്തിൻ്റെ പഴുതിലൂടെ ഇവൻ രക്ഷപ്പെട്ടു പോകും. ഇത്തരം അന്വേഷണങ്ങൾ നീളുമ്പോഴാണ് പോലീസുകാർ പഴുതുണ്ടാക്കി കൊടുക്കുന്നത്. ഒരു കാരണവശാൽ ഈ പന്നവൃത്തികെട്ടമ്മായി, ബാക്കി ഞാൻ പറയുന്നില്ല, അവനെ നമ്മുടെ ചെലവിൽ ജീവിക്കാൻ അനുവദിക്കരുത്. അവനെ 10 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി അവനെ തൂക്കിക്കൊല്ലുക തന്നെ വേണം. ഇവൻ്റെ ജീവശ്വാസം നിലനിൽക്കുന്നത് പോലും ഈ നാടിനാപത്താണ്. ഇവൻ പോകുന്ന പരിസര പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെ അപകടത്തിലാണ്. ഇത്തരമൊരു വൃത്തികെട്ടവനെ ഇനിയും ജീവിക്കാൻ അനുവദിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇനി അഥവാ സാങ്കേതികമായി ഇതൊന്നും സാധ്യമല്ലെങ്കിൽ, വലിച്ചു നീട്ടേണ്ടി വരുമെങ്കിൽ ഇവനെ ഒരു സൗകര്യവുമില്ലാത്ത ഏകാന്ത തടവിലേക്ക് ഇടണം. ഇവന് ദിവസത്തിൽ ഒരു നേരത്തിൽ കൂടുതൽ ഭക്ഷണം കൊടുക്കരുത്. ഇവൻ പട്ടിണി അറിയണം. അനുഭവിക്കാവുന്നത് മുഴുവൻ അവനെ കൊണ്ട് അനുഭവിപ്പിക്കണം. അല്ലെങ്കിൽ ഈ നാട് പരാജയപ്പെട്ടു പോകും.